പ്രഭാസ്, പൃഥ്വിരാജ്, ശ്രുതി ഹാസൻ എന്നിവരെ അണിനിരത്തി ഹോംബാല ഫിലിംസിന്റെ പ്രശാന്തിൽ ചിത്രം സലാർ ഡിസംബർ 22-ന് വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും. എന്ത് പ്രശ്നം വന്നാലും സിബി കൂടെ ഉണ്ടാവും ശോശയുടെ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സിബിക്ക് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും പറയാനല്ലോ, പറഞ്ഞല്ലോ വലിയൊരു കോംപ്ലിമെന്റ് തന്നത്. ശോശയില് മനസ്സിലാവും, അതായത് ഒരു ചെറിയ ഒരു ടീസിങ് സ്വഭാവമുണ്ട് ശോശയ്ക്ക്, അത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ഒരു കുസൃതിയുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാ കാണുന്നവർക്കും വർക്കാവുന്ന തോന്നുന്നു. ആ ഒരു സ്വഭാവമാണ് സിബിക്കും ശോശയോട് ശരിക്കും ഇഷ്ടം തോന്നാനുള്ള മെയിൻ കാരണം. പിന്നെ ചെറുപ്പം മുതൽ കാണുന്നു എന്ന് പറയുന്നതും ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരിക്കും. Any similarities with your respective characters? നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ആയിട്ട് സിബിക്കും ശോശയ്ക്ക് എന്തെങ്കിലും സാമ്യമുണ്ടോ? റിയൽ ലൈഫില് ശോശയ്ക്കുള്ള കുറച്ചൊരു ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്, വെറുതെ ഇങ്ങനെ ചൊറിയുന്ന ഒരു സ്വഭാവമുണ്ട്. അതെനിക്ക് ശരിക്കും ഉണ്ട്. എടുക്കുന്ന കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട്, അതൊരു പരിധിയിൽ എനിക്ക് തോന്നുന്നു. പക്ഷെ കുറച്ചധികം കൺഫ്യൂസ്ഡ് ആണ് സിബിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനൊരു ആ കൺഫ്യൂഷനും ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ ഫാമിലി സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ളതായിരിക്കും. നൈറ്റ് ഷൂട്ടും കാര്യങ്ങളും ബാക്ക് ടു ബാക്ക് ആയി ഒരുപാട് ദിവസം നൈറ്റ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നമ്മള് ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ള കുറെ സീൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും ആദ്യത്തെ 1-2 ദിവസം മാത്രമാണ് നമ്മൾ ഷൂട്ടിംഗ് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളൊക്കെ ഫാമിലി ആയി. ഇപ്പൊ ഞാൻ രഞ്ജി സാറിനെ ആയാലും പപ്പാന്നും പിന്നെ പാർവതി ചേച്ചിയുടെ മമ്മീന്ന് വിളിക്കുന്നത് ചേട്ടാ. 6 മണിക്ക് ലൈറ്റ് വരും, അപ്പൊ അതിന് മുമ്പ് ചെന്ന് അപ്പൊ ഞങ്ങൾക്ക് ടെൻഷൻ ഉറങ്ങാൻ പറ്റില്ല. എല്ലാവരും കുറിച്ച് വേണ്ടി ചെന്ന് നേരെ ഒരു ചെറിയൊരു ഇടവഴിയൊക്കെ ഇറങ്ങി ഇങ്ങനെ കയറി ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഡാം കാണിച്ചില്ല. നോക്കുമ്പോ ഫുൾ അങ്ങനെ അതന്ന് സൺറൈസ് ഷോട്ടില് അല്ല അങ്ങനത്തെ സംഭവം 5:30 മണിക്ക് ഇത് 5:30 മണിക്ക് ചേട്ടാ, 5:30 മണിക്ക് ആ ഷോട്ട് എടുക്കണം ചേട്ടാ. എന്ന് വെച്ചാൽ സൺറൈസ് വിത്ത് ഡാമിന്റെ അവിടെ നിന്ന് ആ സൂര്യൻ ഒഴിച്ചു ചേർന്ന് ഭയങ്കര ഭംഗിയാണ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞത്. ഞാന് 5:45 ഇറങ്ങുമ്പോ ഷൈൻ പോയിരിക്കണം. ദൈവം ഷൈൻ ടോം ചാക്കോ അല്ല പറയുന്നത്, ഷെയ്ൻ നിഗം. അദ്ദേഹം ഇറങ്ങി പോയിരുന്നു. ഞാൻ അവിടെ നിന്ന് ചെന്ന് അവിടെ ചെല്ലുമ്പോഴേക്കും മാറി ഫുള്ള് മഞ്ഞ്. അങ്ങനെ ഡയറക്ടർമാര് പറഞ്ഞ് ഞങ്ങളെ കണ്ട തലയൊക്കെ താത്തി ക്യാമറമാൻ ഇവിടെ എങ്ങാണ്ട് ആയിരുന്നല്ലോ ആ സാധനം. ഫുൾ കോണയായിട്ട് ഒന്നും കാണാനില്ല. അപ്പൊ ചിരിയോട് ചിരി. ഞങ്ങൾ അതിൻ്റെ അടുത്തൊരു വീട്ടിൽ നിന്ന് കട്ടൻ ചായയൊക്കെ മേടിച്ചിട്ടിരുന്നപ്പോ എന്നിട്ട് സൂര്യൻ വന്ന് നോക്കുന്നു. കാരണം സൂര്യൻ 9 മണിക്ക് മുകളിലാണ് ഉണ്ടാവും. സൂര്യൻ 5:30 മണിക്കൊന്നും പൊങ്ങിയില്ല. അത് ഭയങ്കര ഒരു ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു. പിന്നെ അതിനുശേഷം ലൂക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ തല താത്തി പോകുന്ന ക്യാമറമാൻ ആയിരുന്നു. ഷാരോൺ പറയൂ, എന്തൊക്കെയാണ് ഷൂട്ടിംഗ് വിശേഷങ്ങൾ? ഷൂട്ടിംഗ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ നേരത്തെയാണ് എപ്പോഴും ലൊക്കേഷനിൽ എത്താറ്, അല്ലേ? ഒരിക്കൽ മാത്രമാണ് എന്നെ കാണാതായ ഒരു അനുഭവം ഉണ്ടായത്. അത് നമ്മളെല്ലാവരും കൂടി പോയ ഒരു ഖത്തർ ദുബായ് ട്രിപ്പിന് ശേഷം ഷാർജയിൽ വെച്ചാണ് എന്നെ കാണാതെ ആവുന്നത്. എനിക്ക് തന്നെ കാണാതായ ദിവസങ്ങളാണ് എന്നെ.
അപ്പൊ ഞാൻ അതിനെ കുറിച്ച് എന്ത് പറയും? ഒരാളെ കാണാതെ ആവുമ്പോ നമുക്ക് കാണാതെ ആവണല്ലോ അല്ലേ? എന്നെ കാണാതായി എന്ന് പറയാൻ പറ്റുമോ? മനസ്സിലായ ഞാൻ പറഞ്ഞത് പറഞ്ഞിരിക്കും. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ എങ്ങനെ പറയും? ഷൂട്ടിംഗ് സെറ്റിലെ അനുഭവങ്ങളൊക്കെ. ഷെയ്ൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ്. കുട്ടിക്കാലം പോലെ എനിക്കറിയാവുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണത്. അതുകൊണ്ട് ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയുടെ പുത്രനാണ് ഇപ്പം പേര്. അറിയാമല്ലോ, ഞങ്ങളുടെ അമ്മ സംഘടനയുടെ വളർത്തു പുത്രനാണ്. അപ്പോൾ ആ വളർത്തു പുത്രനെ നോക്കേണ്ട കടമ ചുമതലയൊക്കെ എന്നിലായിരുന്നു. പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ള വെച്ചാൽ ഞാൻ പലപ്പോഴും പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥയിൽ പോലും ഷെയ്ൻ ഭയങ്കര കൺട്രോളായിട്ട് പോയ ഒരു സിനിമയാണത്. ഞാൻ ആലോചിച്ച് ഈ പുറകിൽ ഇത്രയും കൺട്രോൾ ഉണ്ടോ എന്നൊക്കെ. കാരണം ഈ പറഞ്ഞ പോലെ 5:30 മണിക്ക് പോകേണ്ട സ്ഥലത്ത് എന്നേക്കാളും മുമ്പ് എണീറ്റ് ലൊക്കേഷനിലെത്തുകയും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അദ്ദേഹം അതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്ന കാര്യമൊക്കെ ഉണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ സംഘടന എല്ലാവരോടും പറഞ്ഞു. കാരണം നമ്മൾ അന്ന് പറഞ്ഞ വളരെ കറക്റ്റാണ്. നമ്മളന്ന് എടുത്ത തീരുമാനങ്ങളും വളരെ നല്ലതാണ്. ഇനിയുള്ള കാലം ഈ ഷെയ്ൻ്റെ തന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല. ഇത് ഞാൻ വളരെ വ്യക്തമായിട്ട് അന്ന് പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മീറ്റിങ്ങിലും ഞങ്ങളുടെ സംഘടനയുടെ മീറ്റിങ്ങിലെല്ലാം പറഞ്ഞതാണ്. ഒരാളെക്കുറിച്ച് നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് കാണിച്ച ഈ ഷെയ്നെ കുറിച്ച് ഇത്തിരി പറയാൻ കൂടുതലുണ്ട്. അതൊക്കെ ഞാൻ ഷെയ്ൻ നികത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം എന്തായാലും ഞങ്ങൾ ആദ്യത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് ഒന്നും തന്നെ വലിയ ഹെവി ആയിട്ടുള്ളൊരു ഹ്യൂമറായിട്ടുള്ള സംഭവമാണ് അത്. ഞങ്ങൾ വളരെ അതിലും മുതൽ ഞങ്ങൾ ഭയങ്കര ഞങ്ങളുടെ ധാരണയിലായി. പിന്നെ ഞങ്ങൾ അങ്ങ് തകർത്തിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം ഇത് കാണുന്ന ആൾക്കാരിലൊക്കെ ഇരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡപ്പ് ആയിട്ടാണ് പോയത്. അപ്പൊ ഞങ്ങളുടെ ഈ ലിറ്റിൽ ഹാർട്ട്സ് എന്ന ഞങ്ങളുടെ ഈ സിനിമയുടെ ടീസർ ഇപ്പൊ ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ചേട്ടാ അത് യൂട്യൂബില് നമുക്ക് കാണണ്ടേ? What's cooking, man? What's cooking, man? എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതൊരു ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു. നമ്മുടെ ലീഡ് ആക്ടേഴ്സ് ആയ ഷെയ്ന്റെയും മഹിമയുടെയും, അതായത് ഞങ്ങളുടെ സിബിയുടെയും ശോശയുടെയും ബർത്ത്ഡേ ഒരേ ദിവസം വന്നു. അത് ആക്ച്വലി നമ്മളെല്ലാവരും പറഞ്ഞത് വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റും ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കൂടെ അപ്പൊ അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മുടെ ടീസർ ലിറ്റിൽ ഹാർട്ട്സിന്റെ ടീസർ ലോഞ്ചുമായിട്ട് ഇന്ന് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് കയറാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കലാപരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. കാരണം സാധാരണ നമ്മൾ ദിവസങ്ങളിലൊക്കെ വരാറുണ്ട്. പക്ഷെ ഒരു സിനിമയിലെ നായികയും നായകന്റെയും ജന്മദിനം ഒരു ദിവസത്തിൽ വരാന്നുള്ളത് അത് ശരിക്കും ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ചും ഒരു 10-70 ദിവസം ഞങ്ങൾ ഈ ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കരഞ്ഞും കളിച്ചും വഴക്കിട്ടും പിരിഞ്ഞും കാണാതായും ഒക്കെ തീർത്ത സിനിമയാണ്. അങ്ങനെ തീർത്തൊരു സിനിമയാണ്. വളരെ രസകരമായിട്ട് ഞങ്ങൾ തീർത്തൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ ഈ പോസ്റ്റർ ലോഞ്ചിന്റെ അന്ന് തന്നെ ഇവരുടെ ഒരു ജന്മദിനം ആഘോഷിക്കാൻ കിട്ടാന്ന് പറഞ്ഞാൽ ടീസർ ലോഞ്ചിന്റെ അന്ന് ജന്മദിനം ആഘോഷിക്കാൻ കിട്ടാന്ന് പറഞ്ഞാൽ പറയുമ്പോൾ പ്രൊഡ്യൂസറോടെ പറഞ്ഞ് ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും സംഘടിപ്പിച്ച് നമ്മളിത് ഗംഭീരമാക്കണം, ആഘോഷിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും അന്ന് കാണാതായ പൊന്നോമന പുത്രൻ തിരിച്ചെത്തുകയും അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായും സന്തോഷമുണ്ട്. എന്തായാലും ഈ സിനിമ വളരെ ആഘോഷിക്കപ്പെടേണ്ടതാണ്. ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. ഇത്ര എനിക്ക് പറയാനുള്ളത്. 2 വാക്ക് പറയാൻ ഞാൻ രഞ്ജിയേട്ടനെ ആർദ്രമായി ക്ഷണിച്ചോളൂ. Happy returns of the day, Shane and Mahima, and wish you the best, Sandra, Little Hearts team. Merry Christmas and Happy New Year to all of you. Thank you. 2 വാക്ക് പറയാൻ ഷൈൻ ചാക്കോയെ ക്ഷണിക്കുന്നു. ഞാൻ ആരുടെ കൂടെയല്ലോ പോയത്? എന്റെ അപ്പന്റെ കൂടെയാണ് പോയത്. എന്നിട്ടല്ലേ എന്നെ കാണാതെ ചെയ്ത്. അപ്പൊ എല്ലാ ഉത്തരവാദിത്വം കുഴിക്കാം.
ഇതിനു മുന്നേ ഞാൻ നവംബറിൽ ഒരു കോയിൻസിഡൻസ് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്തും എന്റെ അനിയത്തിയുടെ ഡേറ്റ് ഓഫ് ബർത്തും പാച്ചുവിന്റെ ഡേറ്റ് ഓഫ് ബർത്തും ഒരൊറ്റ ഡേറ്റ് ഓഫ് ബർത്ത്, അല്ല ഒരൊറ്റ 24-ാം തീയതി. അപ്പൊ ഞാൻ എന്റെ പെങ്ങളുടെ കൂടെ പറയേ അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു പെൺകുട്ടീനെ ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടന്നത് കറക്റ്റ് ആയിട്ട് കിട്ടി. എന്റെ അസിസ്റ്റന്റിന്റെയും ഡേറ്റ് ഓഫ് ബർത്ത് അയക്കണം, അങ്ങനെയുള്ള ഒരു കുട്ടീനെ കിട്ടുള്ളൂ. കാരണം അവരിതൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്റെ തള്ളല്ലേ. അപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിന് വേണ്ടി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എനിക്ക് വളരെയധികം സംശയം ഉണ്ടായിരുന്നു. പണ്ട് നമുക്ക് ഇഷ്ടമുള്ള കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ അവരുടെ പോലത്തെ കളർ, അവരുടെ പോലത്തെ ഡ്രസ്സ്, അവരുടെ പോലെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ മാച്ച് ചെയ്ത് നമ്മൾ ഫ്ലെയിം നോക്കില്ലേ, അതേപോലെ കിട്ടുന്നതാണ് ഇങ്ങനത്തെ ഡേറ്റ് ഓഫ് ബർത്ത്. ഒരേ ഡേറ്റ് അല്ലേ? നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ദിവസമാണ്. അപ്പൊ നിങ്ങളെ അതെ അങ്ങനെ ടിപ്സ് ആണത് അല്ലേ? ഓ ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. സീലിലാണല്ലോ അഭിനയിച്ചിട്ടുള്ളത്. എന്തായാലും പക്ഷേ ഇവരുടെ ബർത്ത്ഡേ വിഷ് ചെയ്യാന്നല്ലേ, അപ്പം അത് ഞാൻ വിഷ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. കാര്യസ്ഥ മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഷെയ്ഡാണെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ അറിയുന്നതാണ്. 4 വയസ്സ് തൊട്ടിട്ടേ ഞാൻ അറിയാവുന്ന മോനാണ്. രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരുമിച്ചായി. എനിക്ക് പ്രസിദ്ധീകരിക്കും അതിന് പങ്കുവരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ഈ ഒരു പടത്തിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു പിറന്നാൾ ആഘോഷിക്കാൻ നമ്മുടെ ഷൈൻമോനും കൺമോളും വേണ്ടി എല്ലാവിധ ആശംസകളും. ഞങ്ങള് ഷൂട്ടിന്റെ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ രണ്ടുപേരും ബർത്ത്ഡേ വന്നെന്നുള്ളത്. നമ്മള് സംസാരിച്ചല്ലേ ലിറ്റിൽ ഹാർട്സ് ടീമിന്റെ കൂടെ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. താങ്ക് യു സഞ്ജു ചേച്ചി. എല്ലാവരും പറഞ്ഞു പ്രത്യേകിച്ച് പറയാൻ എന്നാലും ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് വളരെ ആസ്വദിച്ച് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ലിറ്റിൽ ഹാർട്സ്. ഒരുപാട് പ്രതീക്ഷയുണ്ട്, നല്ലൊരു നല്ല വിശ്വാസമുണ്ട്. അതോടൊപ്പം പറഞ്ഞ പോലെ മഹിമയുടെ ബർത്ത്ഡേ ഒരു ഡേറ്റാണെന്ന് അറിയുന്നത് ഞങ്ങളുടെ ക്ലൈമാക്സിൽ ഷൂട്ടിംഗ് ടൈമിലായിരുന്നു. പക്ഷെ ആ ടൈമിലൊന്നും ഇങ്ങനൊരു പരിപാടി സാം ചേച്ചി പ്ലാൻ ചെയ്ത് നടന്നില്ല. ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. വളരെ അടുത്താണ് ഇങ്ങനൊരു പരിപാടി. ഒരുപാട് താങ്ക് യു. പ്രഭാസ്, പൃഥ്വിരാജ്, ശ്രുതി ഹാസൻ എന്നിവരെ അണിനിരത്തി ഹോംബാല ഫിലിംസിന്റെ പ്രശാന്ത് നീൽ ചിത്രം സലാർ ഡിസംബർ 22-ന് വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് RAG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും.